പാഠഭാഗത്തിലെ പ്രവർത്തനം ഒന്ന് നോക്കാം. നിറം നൽകാം. സ്കൂൾ തുറന്ന് മഴയും വന്ന് മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു മഴച്ചിത്രം നോക്കാം. നിറം നൽകാം. ഞങ്ങൾ നിറം നൽകിയത് നോക്കൂ. ഇതുപോലെ നിങ്ങൾക്കും നിറം നൽകാവുന്നതാണ്. പ്രവർത്തനം 2 ചൊല്ലാം രസിക്കാം എന്ന കവിത നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം മഴ കവിതകൾ ശേഖരിക്കാം എന്നതാണുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ സ്വന്തമായി കണ്ടെത്തി എഴുതുകയും ചെയ്യാം. പ്രവർത്തനം 3 നോക്കൂ. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം. മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം. മഴ: കുട, വെള്ളം, പുഴ, മഴവില്ല്, തവള, മേഘം, കാറ്റ്, ഇടി. മാതൃക: ഞാൻ കുട ചൂടി. തെളിവുള്ള മഴവെള്ളം: പുഴ നിറഞ്ഞു കവിഞ്ഞു. മഴ പെയ്തപ്പോൾ മാനത്തൊരു മഴവില്ല്. മഴ പെയ്യാൻ തവള കരഞ്ഞു. മേഘം കറുത്തിരുണ്ടു. കാറ്റു വീശി ഇടിവെട്ടി. പ്രവർത്തനം 4 നോക്കൂ. പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. മഴയ്ക്ക് മുമ്പ് ശക്തമായ കാറ്റ് വീശി. മരങ്ങൾ ആടിയുലഞ്ഞു. കുട്ടികൾ പേടിച്ചു വിറച്ചു. മരക്കൊമ്പുകൾ ഒടിഞ്ഞു. അലക്കാരൻ വിരിച്ചിട്ട തുണികളെല്ലാം പാറി. കിളികളെല്ലാം കൂടണഞ്ഞു. മഴ പെയ്തതിനു ശേഷമോ ചുറ്റിലും തണുപ്പ് പരന്നു. മരങ്ങളിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്നു. റോഡും കുളവും പുഴയും വയലും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങുന്നു. കിളികൾ ആകാശത്ത് പറക്കുന്നു. പ്രവർത്തനം 5 നോക്കൂ. എഴുതാം. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. മാനത്താണ് വീട്, കാറ്റാണ് എനിക്ക് കൂട്, താഴേക്കാണ് പോക്ക്. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, കണ്ണീർ വാർത്താണ് തിരികെ യാത്ര. തുടങ്ങുമ്പോൾ ചെന്നം പിന്നം, മുറുകുമ്പോൾ പപ്പട പടപട. കുളിരുന്നു കിടുകിടാ കിടുകിട, മിന്നലിൽ ചിരിക്കും ഇടിയിൽ കരയും, ആകാശത്ത് കറുത്തു ഭൂമിയിൽ നനഞ്ഞു. പ്രവർത്തനം 6 നോക്കൂ. കുളം. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിൽ വെള്ളം പ്രയോജനപ്പെടുന്നു. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം. കിണർ ഒരു ജലസ്രോതസ്സാണ്. നമ്മുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ് കിണറാണ്. കിണറിലെ വെള്ളമാണ് അധിക ആളുകളും ഉപയോഗിക്കുന്നത്. മഴ പെയ്താൽ കിണർ നിറയും. വേനൽക്കാലത്ത് കൂടുതലായി കിണറ്റിലെ വെള്ളം കുറയും. പ്രവർത്തനം 7 നോക്കൂ. മുങ്ങുമോ പൊങ്ങുമോ? ഊഹിച്ചെഴുതാം. വസ്തുക്കൾ: ഇല, പേന, പ്ലാസ്റ്റിക് കവർ, കല്ല്, റബ്ബർ, ഇരുമ്പു കഷ്ണം, നാണയം. ഊഹം: ഇല പൊങ്ങും. കണ്ടെത്തൽ: പൊങ്ങിക്കിടക്കുന്നു. പേന. ഊഹം: മുങ്ങും. കണ്ടെത്തൽ: മുങ്ങുന്നു. പ്ലാസ്റ്റിക് കവർ പൊങ്ങും. കണ്ടെത്തൽ: പൊങ്ങിക്കിടക്കുന്നു. കല്ല്. ഊഹം: മുങ്ങും. കണ്ടെത്തൽ: മുങ്ങുന്നു. വസ്തുക്കൾ: റബ്ബർ. ഊഹം: പൊങ്ങും. കണ്ടെത്തൽ: പൊങ്ങിക്കിടക്കുന്നു. വസ്തുക്കൾ: ഇരുമ്പ്, ഇരുമ്പു കഷ്ണം. ഊഹം: മുങ്ങും. കണ്ടെത്തൽ: മുങ്ങുന്നു. വസ്തുക്കൾ: നാണയം. ഊഹം: മുങ്ങും. മുങ്ങുന്നു. പരീക്ഷണത്തിന്റെ പേര്: മുങ്ങുമോ പൊങ്ങുമോ? ആവശ്യമായ സാധനങ്ങൾ: ബക്കറ്റ്, വെള്ളം, ഇല, പ്ലാസ്റ്റിക് കവർ, കല്ല്, ഇരുമ്പു കഷ്ണം, പേന, പേപ്പർ. പരീക്ഷണം ചെയ്യുന്ന വിധം: ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക. ശേഷം ഇല, പ്ലാസ്റ്റിക് കവർ, കല്ല്, ഇരുമ്പു കഷ്ണം, പേന, പേപ്പർ തുടങ്ങിയവ ഓരോന്നോരോന്നായി ആ വെള്ളത്തിലേക്ക് ഇടുക. ഇടുന്ന വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. എന്റെ കണ്ടെത്തൽ: ഇല, പ്ലാസ്റ്റിക് കവർ, പേപ്പർ തുടങ്ങിയവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കല്ല്, ഇരുമ്പു കഷ്ണം, പേന തുടങ്ങിയവ മുങ്ങാതെയിരിക്കുന്നു. പ്രവർത്തനം 8. മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. തവള കൂവിയാൽ മഴ വരും. കാറ്റ് വീശിയാൽ മഴയ്ക്ക് അടുക്കും. മേഘം കറുപ്പാകുമ്പോൾ മഴ പെയ്യും. പക്ഷികൾ താഴെ പറന്നാൽ മഴ വരും. കാറ്റിന് തണുപ്പ് കൂടുമ്പോൾ മഴ ഉറപ്പ്. പ്രവർത്തനം 9. വരയ്ക്കാം, എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ. എൻ്റെ നാട്.
എൻ്റെ നാട് വളരെ മനോഹരമായ നാടാണ്. നിറയെ മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം എൻ്റെ നാട്ടിലുണ്ട്. കുളങ്ങളും കിണറുകളും തോടുകളും അരുവികളും എല്ലാം എൻ്റെ നാട്ടിൽ കാണാം. സ്കൂൾ വിട്ടു വരുന്ന ഞങ്ങൾക്ക് കളിക്കാനായി അതിമനോഹരമായ മൈതാനങ്ങളുമുണ്ട്. വൈകുന്നേരം സമയങ്ങളിൽ കുന്നുകളിലേക്ക് നോക്കുമ്പോൾ നിറയെ വ്യത്യസ്തമായ പക്ഷികൾ ചേക്കേറുന്നത് കാണാം. പ്രവർത്തനം 10. വായിക്കാം, രസിക്കാം. സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്ന് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി പെട്ടി തുറന്നു. ഹായ്, JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. അമ്മു കയറിക്കോളൂ, മണ്ണിരക്കാൻ പോകാം. അമ്മു ചാടി കയറി കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്ക് ഇറങ്ങി. അതാ കുന്ന് ഇടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാം ഉണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മുറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്ന് തരിപ്പണമാകുന്നു. കുട്ട നിലവിളി. അയ്യോ, രക്ഷിക്കണേ. എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതിയഴിച്ചു. ഒരു JCB. നിങ്ങൾ വായിച്ചു നോക്കണേ.